എല്ലാവർക്കും വന്ദനം. ജീസസ് എവരിഡേയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരുന്നതിൽ ഒത്തിരി സന്തോഷം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷകൾ ചെയ്യാൻ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപവാസ പ്രാർത്ഥന സഭയിൽ വെച്ചുകൊണ്ട് പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 10:30 താല്പര്യമുള്ളവർക്ക് വരാം. ഇന്ന് കർത്താവിൻ്റെ വചനത്താലും കർത്താവിൻ്റെ നടത്തിപ്പിനാലും നമുക്ക് ബലപ്പെടാൻ യേശു നമ്മെ സഹായിക്കട്ടെ. ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ജനങ്ങൾ പറയാത്ത കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പൊതുജനം എന്താ പറയുന്നത്? തിന്മകളാണ്. ഒരാളുടെ വീഴ്ച, ഒരാളുടെ കുറ്റം, ഒരാളുടെ പരാജയം, അപകടം, തകർച്ച. ഇതാണ് പൊതുജനത്തിൻ്റെ വാർത്തകൾ. എല്ലാ ന്യൂസുകളും അതാണ്. എന്താണ്? തകർച്ചകളും പരാജയങ്ങളും അപകടങ്ങളും. എന്നാൽ ജനങ്ങൾ പറയാത്ത കാര്യം ശ്രദ്ധിച്ചേ. വിജയമുണ്ട്, അനുഗ്രഹമുണ്ട്, ഉയർച്ചകളുണ്ട്, വീഴ്ചകളിൽ നിന്നുള്ള എഴുന്നേൽപ്പുണ്ട്, സുവിശേഷമുണ്ട്. ജനങ്ങൾ പറയില്ല സുവിശേഷം. മരണത്തിനപ്പുറമുള്ള ജീവിതം പൊതുജനങ്ങൾ പറയില്ല. നിത്യജീവൻ പൊതുജനങ്ങൾ പറയില്ല. വിശുദ്ധ ജീവിതം പൊതുജനങ്ങൾ പറയില്ല. കാരണം ഇതൊന്നും കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യമില്ല. നന്മ അധികം പറഞ്ഞാൽ അത് കേൾക്കാൻ ആളില്ല. നന്മ പറയുന്ന പ്രോഗ്രാമിന് ലൈക്ക് കുറവായിരിക്കും. തിന്മയുടെ പ്രോഗ്രാമുകൾക്ക് ഈ ലോകത്തിൽ ഒത്തിരി ലൈക്ക് കിട്ടും. എന്നാൽ ജനങ്ങൾ പറയാത്തത് ശ്രദ്ധിക്കുക. പൊതുജനങ്ങൾ പറയാത്തത് അത് സത്യമായിരിക്കും. ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മൾ ശ്രദ്ധിക്കുന്നത് പൊതുജനങ്ങൾ പറയാത്ത കാര്യമാണ്. അത് ദൈവം സംസാരിക്കുന്ന കാര്യം, അത് നിത്യജീവന്റെ കാര്യം, അത് വിശുദ്ധമായ കാര്യം, നിലനിൽക്കുന്ന കാര്യം. താൽക്കാലികമായത് പൊതുജനങ്ങൾ സംസാരിക്കുന്നു. അതുകൊണ്ട് പൊതുജനങ്ങളിൽ ഒരാളായി തീരാതെ വ്യത്യസ്തമായി ചിന്തിക്കുവാൻ ദൈവവചനത്തിലേക്ക് നമുക്ക് അടുത്തു വരാൻ കഴിയട്ടെ. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അന്ത്യോക്യ സഭയിൽ ബർന്നബാസുണ്ട്, ശൗലുണ്ട്, മറ്റു കുറച്ചു പേരും കൂടിയുണ്ട്. ശ്രേഷ്ഠരായ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും അതിനകത്ത് അണിനിരന്നിട്ടുണ്ട്. അന്ത്യോക്യ സഭ ഒരു ഉണർവ് സഭയാണ്. ആ സഭയിൽ ഇപ്പോൾ ഭയങ്കര ഒരു ചലനമുണ്ട്. ബർന്നബാസാണ് അതിനെ വളർത്താൻ ദൈവം ഉപയോഗിച്ച വ്യക്തി. പൗലോസ് 1 വർഷം അവിടെ ശുശ്രൂഷിച്ചപ്പോഴേക്കും സഭയുടെ വളർച്ച അതിശക്തമായി. ആ സഭയ്ക്കകത്ത് ഒരു കൂട്ടം ജനം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ പ്രാർത്ഥനയല്ല പ്രധാനം, അവിടെ ആരാധനയാണ്. ദൈവത്തെ ആരാധിക്കാൻ അവർ ഭക്ഷണം വെടിഞ്ഞിരിക്കുന്നു. ആ ആരാധനയിൽ പരിശുദ്ധാത്മാവ് ചലിക്കാൻ തുടങ്ങി. അതാണ് ആ അധ്യായത്തിൽ. അങ്ങനെ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ തുടങ്ങി. ബർന്നബാസിനെ ശൗലിനെ വേർതിരിക്കാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു. അവരുപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു, അവരെ പറഞ്ഞയച്ചു. വെറുതെ ആരാധിച്ചാൽ മതി, വെറുതെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഇരുന്നാൽ മതി. അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി യാത്രകൾ മുന്നിൽ ദൈവം ഒരുക്കും. എങ്ങനെയുള്ളവരാണ് യാത്ര പോകുന്നത്? യാത്രയ്ക്ക് വേണ്ടി കാത്തിരുന്നാൽ പോലും ദൈവം വിടാത്ത സാഹചര്യങ്ങളുണ്ടാകും. നമ്മൾ പാസ്പോർട്ട് എടുത്തെന്ന് കരുതി, എല്ലാ രാജ്യത്തും ബന്ധങ്ങളുണ്ടെന്ന് കരുതി യാത്ര ശരിയാകണമെന്നില്ല. എന്നാൽ ആത്മാവ് പറഞ്ഞു വിട്ടാൽ ഒരു ബന്ധവും വേണ്ട, പോകുന്നിടത്ത് വലിയ ചലനമുണ്ടാകും. അങ്ങനെ അവരെ പറഞ്ഞയച്ചു. 4-ാം വാക്യം, അപ്പോസ്തലപ്രവൃത്തി 13:4. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിയയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട്. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാൻ
ഇനിയും നമുക്ക് കൃപയുണ്ടാകട്ടെ. ഫിലിപ്പോസിനെ പരിശുദ്ധയാത്മാവ് നിർജ്ജന സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു. ആ നിർജ്ജന സ്ഥലത്ത് പോയി ഫിലിപ്പോസ് നിന്നപ്പോൾ ആ വഴി ഷണ്ണൻ എന്ന എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രി കടന്നു വന്നു. വലിയ സൈന്യ സമേതം അദ്ദേഹം വരുന്നു. അദ്ദേഹത്തിൻ്റെ തേരിൽ ഫിലിപ്പോസ് കയറിയിരിക്കുന്നു. അദ്ദേഹം വായിക്കുന്ന വേദഭാഗം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. അങ്ങനെ അദ്ദേഹം സ്നാനപ്പെട്ട് കയറി വരുന്നു. ഇതൊക്കെയാണ് നമ്മളതിൽ വായിക്കുന്നത്. അങ്ങനെ സ്നാനപ്പെടുത്തി ഫിലിപ്പോസ് കയറി വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. പിന്നെ അവനെ കണ്ടില്ല. അവനെ അസ്തോദിൽ കണ്ടു. ഷണ്ണൻ സന്തോഷിച്ച് തൻ്റെ വഴിക്ക് പോയി. പരിശുദ്ധാത്മാവിന് വേണ്ടി ചലിക്കുവാൻ ആരൊക്കെ സമർപ്പിക്കപ്പെടുന്നു ആ സീസണുകളിൽ വലിയ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇതുപോലെയുള്ള വാർത്തകൾ നമ്മുടെ കാലത്ത് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. കർത്താവേ, എന്നെ അതിനായി ഉപയോഗിക്കണേ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, യേശുവേ, ഫിലിപ്പോസിനെ പോലെ പരിശുദ്ധാത്മാവിൻ്റെ ഉപകരണമാകാൻ എന്നെ ഉപയോഗിക്കണമേ. ആമേൻ. ചെറിയ പ്രാർത്ഥനകൾ. വേദപുസ്തകം നിങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വായിച്ച ഭാഗത്തെ ആ ഭാഗം നിങ്ങളെ വളരെയധികം സ്പർശിച്ചെങ്കിൽ, സ്വാധീനിച്ചെങ്കിൽ ആ ഭാഗം നിങ്ങൾ പ്രാർത്ഥനയായിട്ട് 1 മിനിറ്റ്, കർത്താവേ എന്നെ ഇതുപോലെ ഒന്ന് ഉപയോഗിക്കണമേ, അങ്ങനെ മുന്നോട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. അത് നിങ്ങളെ മാറ്റിമറിക്കും. ഇതാ പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ യാത്ര പോവുകയാണ്. ആ കാലത്ത് ഈ യാത്ര പോകുന്ന സ്ഥലങ്ങളിൽ ഒരു ചർച്ചോ ഒരു വിശ്വാസിയോ ഇല്ല. മുഴുവനും ലോകമാണ്, മുഴുവനും ഇരുട്ടിലാണ്. ഇരുട്ടിലിരിക്കുന്ന ജനം വലിയ വെളിച്ചം കാണുന്നത് ഇവർ മുഖാന്തരമാണെന്ന് മാത്രം. ഭൂമിയിലെങ്ങും സഭകളില്ല. കാത്തലിക്സ് ഇല്ല, ഓർത്തഡോക്സ് ഇല്ല, മർത്തോമയില്ല, ഇവാഞ്ചലിക്കലില്ല, പെന്തക്കോസ്റ്റ് ചർച്ചില്ല. കാരണം അവർക്ക് യേശുവിനെ അറിയില്ല. സഭകളില്ലാത്ത കാലത്ത് ഇതാ 2 പേരെ പരിശുദ്ധാത്മാവ് പറഞ്ഞു വിടുന്നു. പരിശുദ്ധാത്മാവാണ് പറഞ്ഞു വിടുന്നതെങ്കിൽ അവർ പോകുന്നിടത്ത് സഭകൾ ഉണ്ടായി വരും, ജനങ്ങൾ രക്ഷിക്കപ്പെട്ടു വരും. നിങ്ങളുടെ മനസ്സിനൊത്തവണ്ണം ഒരു കൂട്ടായ്മ ഒരു സ്ഥലത്തില്ലെങ്കിൽ, നിങ്ങൾ വായിച്ച ബൈബിളിലെ ആ ആത്മനിറവുള്ളൊരു സഭ ഒരു സ്ഥലത്ത് കണ്ടില്ലെങ്കിൽ, ഏതെങ്കിലും ഒരു സഭയിൽ പോകുന്നതിനേക്കാൾ നിങ്ങൾ അവിടെ ഒരു ദൈവസന്നിധിയിൽ ഇരുന്ന് ഒരു സഭയായി മാറുക, അതായിരിക്കും ഏറ്റവും നല്ല കാര്യം. അതായത് വിശ്വാസത്തോട് കോംപ്രമൈസ് ചെയ്യുന്ന സഭകളിൽ പോയിരുന്ന് നിങ്ങളുടെ ആത്മീയ ജീവിതം താഴോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. നിങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ആ ദേശത്ത് നിങ്ങൾക്ക് മനസ്സിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു കൂട്ടായ്മയില്ലെങ്കിൽ, പേരിന് ഒരു സൊസൈറ്റി പോലെ, ഒരു ക്ലബ്ബ് പോലെ ഒരുമിച്ച് കൂടാനുള്ള ഒരു കൂട്ടായ്മയായി മാത്രം ഇരിക്കുന്ന സഭകളേക്കാൾ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയുള്ള സഭകൾ ഏറ്റവും നല്ലതാണ്. അതിനുവേണ്ടി നിങ്ങൾ വില മുടക്കണം. അല്ലെങ്കിൽ ആ ദേശത്തുള്ളൊരു ദൈവദാസനോട് ചേർന്ന് പറയണം, നമുക്ക് കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ട് ചില ദിവസങ്ങളിരിക്കാം. അതൊരു ചലനമുണ്ടാക്കും, അവിടെ വലിയ റിവൈവൽ ഉണ്ടാക്കും. ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. അങ്ങനെ ഇവർ ആദ്യമേ പോയത്, അവർ ദ്വീപിൽ കൂടി പാഫോസ് വരെ ചെന്നപ്പോൾ ബർയേശു എന്ന് യഹൂദനായി കള്ളപ്രവാചകനായ ഒരു വിദ്വാനെ കണ്ടു. അവൻ ബുദ്ധിമാനായ സെർഗിയോസ് പൗലോസ് എന്ന ദേശാധിപതിയോടുകൂടെയായിരുന്നു. അവൻ ബർന്നബാസിനെ ശൗലിനെ വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. എന്നാൽ ആ കള്ളപ്രവാചകൻ, എലിമാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അവരോട് എതിർത്ത് നിന്ന് ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയുവാൻ ശ്രമിച്ചു. ദേശാധിപതി പൗലോസിന്റെയും ബർന്നബാസിന്റെയും വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന് തർക്കിക്കുകയും ഇതൊക്കെ ചുമ്മാതാണെന്നും ഒക്കെ പറഞ്ഞ് അവിടെ ഒരു സംഭവം ഉണ്ടാക്കി. ഒരു എതിർപ്പും വിമർശനവും കുറേ പേർ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ വെറും
മനുഷ്യർക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ്, ഞങ്ങൾക്കിത് അംഗീകരിക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ദൈവമുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെയുള്ള ദേശാധിപതിയുടെ താല്പര്യത്തെ പോലും ഇദ്ദേഹം തടുത്തു. അപ്പോൾ പൗലോസ് എന്ന് പേരുള്ള ശൗൽ പരിശുദ്ധാത്മപൂർണനായി അവനെ ഉറ്റുനോക്കി. വിമർശനങ്ങളുടെ നടുവിൽ ദൈവിക നിയോഗത്തിനെതിരെ സംസാരിക്കുന്നതിന് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഇവിടെ നമുക്ക് കാണാം. പൗലോസ് ആത്മനിറവോടെ അവനെ ഉറ്റുനോക്കി. എന്നിട്ട്, ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവനീതിയുടെ ശത്രുവേ, കർത്താവിൻ്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കിയില്ലയോ? ആത്മാവിൽ നിറഞ്ഞ് ആത്മാവിൻ്റെ നിയോഗത്തിൽ ദൈവവചനത്തിന് വിരുദ്ധമായി നിൽക്കുന്നതിനെ ബന്ധിക്കുന്നത് നമുക്ക് കാണാം. ഇതും നമ്മുടെ ജീവിതയാത്രയിൽ ആവശ്യമാണ്. തേജസ്സേറിയ സുവിശേഷം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞത് നമ്മൾ വായിച്ചിട്ടുണ്ട്. തേജസ്സേറിയ സുവിശേഷം ശോഭിക്കരുത്, കർത്താവിൻ്റെ സുവിശേഷം ശോഭിക്കരുത്. അതിനുവേണ്ടി അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കിക്കളയുന്ന ദുരാത്മാവ് ഈ മനുഷ്യനിലൂടെ പ്രവർത്തിക്കുകയാണ്. പൗലോസ് പറഞ്ഞു, കർത്താവിൻ്റെ നേർവഴികളെ മറിച്ചു കളയുന്ന നീ മതിയാക്കിയില്ലയോ? 11-ാം വാക്യം, ഇപ്പോൾ കർത്താവിൻ്റെ കൈ നിന്റെ മേൽ വീഴും, നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവൻ്റെ മേൽ വീണു. കൈക്ക് പിടിച്ച് നടത്തുന്നവരെ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. ഈ ഉണ്ടായത് ദേശാധിപതി കണ്ടിട്ട് കർത്താവിൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ച് വിശ്വസിച്ചു. പൗലോസ് തൻ്റെ യാത്രയിൽ ചെയ്ത വലിയൊരു അത്ഭുതമാണ്. പൗലോസിന് ഇതെങ്ങനെ കഴിഞ്ഞു? ഇത് ബർന്നബാസിന് കഴിയില്ല. എങ്ങനെ ഇത് പൗലോസിന് കഴിഞ്ഞു? പൗലോസിൻ്റെ അനുഭവമാണ്. കർത്താവിനെ കണ്ടുമുട്ടിയ അന്ന് ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് മഹാപുരോഹിതന്റെ അധികാരപത്രവുമായി കുതിരപ്പുറത്ത് വരുമ്പോൾ സൂര്യപ്രകാശത്തേക്കാൾ മുന്നുന്ന ഒരു പ്രകാശത്തിൽ അവൻ താഴെ വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന ശബ്ദം. നീ ഉപദ്രവിക്കുന്ന യേശുവാണ്. പിന്നെ സംഭവിച്ചത്, അവൻ്റെ കണ്ണിൽ തിമിരം വന്നു. അവനെ കൈക്ക് പിടിച്ച് നടത്തുന്ന ആളെ അന്വേഷിച്ച് പിന്നെ അന്ധനായി 3 ദിവസം പാർത്തു. ആ ഒരു അനുഭവം അവനുള്ളത് കൊണ്ട് അവൻ കടന്നുപോയത് അവനൊരു മിനിസ്ട്രി ആയിട്ട് മാറി. അവനൊരു വാക്ക് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ അത് പിന്നത്തേതിൽ ഒരുപക്ഷെ ശുശ്രൂഷയാകാം. അങ്ങനെയും കർത്താവ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കർത്താവ് എങ്ങനെയാണോ തൊട്ടത്, അതുപോലെ നിങ്ങളിലൂടെ കർത്താവ് മറ്റുള്ളവരെയും തൊടും. അങ്ങനെ ഈ മന്ത്രവാദി അവൻ്റെ കാഴ്ച മറഞ്ഞുപോയി. കൈപിടിച്ച് നടത്തുന്നവരെ തപ്പി അവൻ നടന്നു. ഈ കാഴ്ച ദേശാധിപതി കണ്ട് സുവിശേഷത്തിൻ്റെ അത്ഭുതത്തിൽ വിസ്മയിച്ച് വിശ്വസിച്ചു. ദേശാധിപതി രക്ഷിക്കപ്പെട്ടതിൻ്റെ കാരണം വിസ്മയിക്കപ്പെട്ട ഒരു സംഭവം അവിടെ നടന്നു. അതുപോലെ ദൈവശക്തി അവിടെ വ്യാപരിച്ചു. ഈ നാളുകളിൽ ജനങ്ങൾക്ക് വിസ്മയിക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ജനങ്ങൾക്ക് ഒരു വിസ്മയമുണ്ടാകണം, ഒരാവേശമുണ്ടാകണം, ജനങ്ങൾക്ക് അത്ഭുതം തോന്നണം, ജനങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ലാത്ത കൂട്ടായ്മകൾ, അത് പ്രാർത്ഥനാ വിരക്തിയും പിന്നെ മടുപ്പും എല്ലാം കൊണ്ടുവരും. അതുകൊണ്ട് നമ്മുടെ എല്ലാം കൂടിവരവുകളിൽ ഒരു ചലനമുണ്ടാകണം. എന്നാൽ മാത്രമേ കൂടെയുള്ളവരുടെ പ്രാർത്ഥനാ ജീവിതവും വിശ്വാസവുമെല്ലാം സജീവമാവുകയുള്ളൂ. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ വീട്ടിൽ വിസ്മയിക്കത്തക്ക രീതിയിൽ ചില കാര്യങ്ങൾ നടക്കണം. നമ്മൾ പറയുന്ന വാക്കുകൾ പോലെ ചില അത്ഭുതങ്ങൾ നടക്കണം. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവിൻ്റെ കൈകളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു.
വിസ്മയിക്കത്തക്ക രീതിയിലുള്ള സുവിശേഷം വ്യാപരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും. സുവിശേഷത്തിൻ്റെ ശക്തിയെ ഞങ്ങളിലൂടെ അങ്ങ് പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കും. ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും കേൾക്കുന്ന വചനം വിടുതലും സൗഖ്യവും അനുഗ്രഹവുമായി മാറട്ടെ. കർത്താവിൽ ആശ്രയിക്കുന്നു, യേശുവിൻ നാമത്തിൽ ആമേൻ. യേശു അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. യോഗ്യനായോനേ